വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഏഞ്ചൽ സ്റ്റോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാണ് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു അടിപൊളി വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നിങ്ങളുടെയൊക്കെ ന്യൂ ഇയർ സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളും പോയിട്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറയാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ന്യൂ ഇയറിന് പുറത്തിറങ്ങി ഇങ്ങനെ കറങ്ങി നടക്കുന്നതും ഒക്കെ. ഇതേ കൂടിൻ്റെ കസിൻസും ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി ആയിരുന്നു കേട്ടോ പോയത്. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന രാത്രിയിലായതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങിൻ്റെയും ക്ലാരിറ്റിയുടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരിക്കും, എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കൊല്ലത്താണ് കേട്ടോ പോയത്. ചെന്ന അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഹോട്ടൽ കലവറ, ചിന്നക്കടയ്ക്ക് അടുത്തുള്ള കലവറയിലായിരുന്നു കേട്ടോ കയറിയത്. കുഴിമന്തി ആയിരുന്നു ഓർഡർ ചെയ്തത്. അടിപൊളി റൈസായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുന്ന് നടന്ന് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി. ഞങ്ങളൊരു 8:30 ആയപ്പോഴത്തേനും ബീച്ചിലെത്തിയായിരുന്നു കേട്ടോ. ന്യൂ ഇയർ 12 മണിക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം ബീച്ചിലായിരുന്നു കേട്ടോ സ്പെൻഡ് ചെയ്തത്. പിന്നെ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ബട്ടർ ഗുൽഗണ്ട് ഞങ്ങൾ തേടി കണ്ടുപിടിച്ചു. പിന്നെ അതൊരെണ്ണം വാങ്ങി. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതായിരുന്നു കേട്ടോ അത് വാങ്ങി കഴിക്കണം എന്നുള്ളത്. ഇന്നാണ് അത് നടന്നത്. ഒരു പാക്കറ്റ് ഒരു എണ്ണത്തിൻ്റെ റേറ്റ് വന്നിട്ട് 70 രൂപയെങ്ങാണ്ടേ ആയുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങളിതേ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു, വെറുതെ വായി നോക്കാൻ വേണ്ടി അങ്ങോട്ടൊക്കെ പോയി. പിന്നെ അതേ ഈ ഒരു സാധനം വാങ്ങിച്ചോട്ടോ, 10 രൂപയുള്ളായിരുന്നു. പേപ്പർ ബോംബെന്നും മിട്ടാപ്പെട്ടിന്നും ഒക്കെ പറയും. ഇതിങ്ങനെ താഴെ ഇടുമ്പോൾ പൊട്ടും. ആ സാധനം മേടിച്ചു. പിന്നെ കുറേ നേരം കടകളൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കില്ലായിരുന്നു, പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേനും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഇങ്ങനെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു സൈഡിലുമൊക്കെ. ഞങ്ങൾ ഓരോന്നൊക്കെ നോക്കി ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു കേട്ടോ. എന്തായാലും ഈ ന്യൂ ഇയറിന് ഇങ്ങനെ പോകാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല. ഞങ്ങൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ന്യൂ ഇയർ സെലിബ്രേഷന് പോകണം എന്നുള്ളത്. കുറേ നാളത്തെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും ഇത്തവണ അത് സാധിച്ചു. പിന്നെ ഞങ്ങളതേ ഉപ്പിലിട്ട പൈനാപ്പിളും മാങ്ങയൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു 10 മണിയായപ്പോഴത്തേനും ഞങ്ങൾ തങ്കശ്ശേരിയിലോട്ട് പോയി. ഓട്ടോയിലായിരുന്നു കേട്ടോ പോയത്. സത്യം പറഞ്ഞാൽ കുറേ വെയിറ്റ് ചെയ്തായിരുന്നു ഒരു ഓട്ടോ കിട്ടിയത്. നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഓട്ടോ ഒന്നും കിട്ടാനേ ഇല്ലായിരുന്നു. റോഡിൻ്റെ കുറേ ഇപ്പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സൈഡിലൊക്കെ പുൽക്കൂടും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരാൾ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടത്. എല്ലാവരും ആളുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളും പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ആളിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നതാണ്, അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ അതിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഒത്തിരിയും പുൽക്കൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ തങ്കശ്ശേരിയിലെത്തി. തങ്കശ്ശേരി CYMSൻ്റെ 76ാമത് ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നിൽക്കാൻ പോലും ഇടയില്ലാത്ത രീതിയിൽ നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു. പുതുവർഷാഘോഷങ്ങളിൽ എത്തിച്ചേർന്നവർക്കും തങ്കശ്ശേരി CYMSന്റെ സ്വാഗതം. ഒരു ജനതയുടെ ജനതയുടെ ആത്മാവിശ്വാസത്തിന്റെ ഹൃദയത്തുടിപ്പുകൾക്ക് നാലക്ഷരങ്ങളുടെ തിലകക്കുറി CYMS സൊസൈറ്റി തങ്കശ്ശേരി CYMSന്റെ പുതുവത്സരാശംസകൾ ഏവർക്കും നേരുന്നു. സംസ്കാരത്തിന്റെ പൈതൃകത്തിന്റെ വെളിച്ചോദനായി മറ്റൊരു പുതുവത്സരം കൂടി. 76 സുവർണ്ണ വർഷങ്ങൾ പിന്നിട്ട തങ്കശ്ശേരി CYMSന്റെ 77ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഏവർക്കും തങ്കശ്ശേരി CYMSന്റെ പുതുവത്സരാശംസകൾ. പുതുവർഷാഘോഷങ്ങൾക്ക് അരങ്ങുകൾ തിരിക്കുന്നു. തങ്കശ്ശേരി CYMSന്റെ പുതുവത്സരാഘോഷങ്ങളിൽ പങ്കുചേരാനെത്തിയ ഏവർക്കും തങ്കശ്ശേരി CYMSന്റെ കൃത്യമായ പുതുവത്സരാശംസകൾ നേരുന്നു. 1 മിനിറ്റിനുള്ളിൽ തങ്കശ്ശേരിയുടെ ഈ മനോഹര തീരത്തെ പുരുകി പുതുവർഷത്തിന്റെ ആദ്യ നിമിഷം എത്തിച്ചേരുന്നു. Let's celebrate. Welcome 2025. ഏവർക്കും തങ്കശ്ശേരി CYMSന്റെ പുതുവത്സരാശംസകൾ. ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ന്യൂ ഇയറിന് പോകുന്നതും ഒരു DJ കാണുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂ ഇയർ ഒത്തിരി സ്പെഷ്യലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കറക്റ്റ് 12:30 ആയപ്പോഴത്തേനും പ്രോഗ്രാം കഴിഞ്ഞിരുന്നു. പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഓട്ടോയിലായിരുന്നു കേട്ടോ വീട്ടിലോട്ട് പോയത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.